ഒരു വിഭാഗത്തെ നരകത്തിലേക്കും തിരിച്ചുവിടുമ്പോ പ്രിയമുള്ള രക്ഷിതാക്കളെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു വിഭാഗം ആളുകൾ, അതായത് നമ്മൾ ഹജ്ജ് ചെയ്തവരാ, നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, നമ്മൾ സ്വർഗത്തിന്റെ ഗ്രൂപ്പിലാ. നമ്മളെ മക്കൾ നമ്മൾ ദീൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചതോ അതവരെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നതുമില്ല. അവരെ അനിസ്ലാമികമായി ഭൗതികമായ ചുറ്റുപാടിൽ മാത്രമാണ് വളർത്തിയതിന്റെ പേരിൽ അവർ നരകാവകാശികളും നമ്മൾ സ്വർഗാവകാശികളുമാകുന്ന ഒരു അവസ്ഥ വരും. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. ഞാൻ എന്റെ സ്വന്തം വിശദീകരണമല്ല. ആ സമയത്ത് പ്രിയമുള്ളവരെ, ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് നരകാവകാശികളുടെ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികൾ, മക്കളെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം, ഞങ്ങൾ ഈ നരകത്തിന്റെ ക്യൂവിൽ നിൽക്കുവാനുള്ള കാരണം, ആ സ്വർഗത്തിൽ നിൽക്കുന്ന, സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുന്ന എന്റെ വാപ്പയാ, എന്റെ ഉമ്മയാ, ആ നിൽക്കുന്ന വാപ്പാനെ ഇസ്ലാമികമായി വളർത്തി നമസ്കരിക്കാൻ പഠിപ്പിച്ചു, ആത്മീയമായി വളർത്തി. പക്ഷേ ആ നിൽക്കുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പ എന്നെ ഇസ്ലാം പഠിപ്പിച്ചില്ല, എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു, എന്നെ ഭൗതികമായി പഠിപ്പിച്ചു, എനിക്ക് നല്ല ജോലി വാങ്ങി തന്നു. വാപ്പ ആഗ്രഹിച്ചത് ഞാൻ 50,000 ശമ്പളം വാങ്ങുന്നവനാകണം, ഞാൻ 30,000 ശമ്പളം വാങ്ങുന്നവനാകണം. പക്ഷേ എന്റെ വാപ്പ ഞാൻ നമസ്കരിക്കുന്നവനാകണമെന്നും ആഗ്രഹിച്ചില്ല. അതുപോലെ എന്റെ ഉമ്മ ആത്മീയമായി എന്നെ വളർത്തിയില്ല. എന്റെ ഉമ്മ നമസ്കരിച്ചു എന്ന്, പക്ഷേ എന്നെ നമസ്കരിക്കാൻ എന്റെ ഉമ്മ കൽപ്പിച്ചിരുന്നില്ല. എന്റെ ഉമ്മ ഈ രൂപത്തിൽ വളർത്തിയത് കൊണ്ടാണ്, എന്റെ മാതാപിതാക്കള് എന്നെ ഈ രൂപത്തിൽ വളർത്തിയത് കൊണ്ടാണ് അല്ലാഹുവേ എനിക്ക് ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് ഞാൻ നരകാവകാശിയാവാൻ, എനിക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരായ എന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല. നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കും. നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കും. അതല്ല രക്ഷിതാക്കളെ നമുക്ക് വേണ്ടത്. നമുക്ക് നേരെ തിരിച്ചാ വേണ്ടത്. നമ്മുടെ ജോലി തിരക്കിനിടയിൽ രാവിലെ പ്രിയമുള്ള ഉമ്മമാര് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ മദ്രസയിൽ വിടണം, അത് കഴിഞ്ഞ് സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞ് വരുമ്പോക്ക് വീട്ടിലുള്ള പണികൾ, അത് കഴിഞ്ഞ് വരുമ്പോക്ക് മറ്റു പ്രോഗ്രാമുകൾ. നമ്മുടെ തൊഴിൽ തിരക്കിനിടയിൽ നമുക്ക് ഇബാദത്ത് കുറഞ്ഞാലും പ്രിയമുള്ള രക്ഷിതാക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ വേണം. അല്ലാഹുവേ, എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ബോധമുള്ള ഒരു മക്കളാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. ഭൗതികം നമുക്ക് വേണം. നമ്മളെ മക്കളൊക്കെ ഭൗതികമായി ഉന്നതിയിലേക്ക് വരണം. കേവലം ഒരു +2 ഡിഗ്രിയോ ഒന്നും അല്ല പ്രിയമുള്ളവൻ, അതിനപ്പുറം IAS IPS ഒക്കെ നമ്മുടെ മക്കളെ, മുസ്ലിം മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ സമസ്ത, അതായത് നമുക്ക് വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും, നമ്മൾ കരുതിയത് +2 ഡിഗ്രിയും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചിട്ട് നമ്മൾ തന്നെയാണ് വലിയ ഭൗതികക്കാര്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ കെട്ടി വന്നിട്ടും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. കേരളത്തിൽ ഒരു മുസ്ലിം കളക്ടറില്ല, IPS പാസ്സായ ആളുകൾ നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, IAS-കാരുണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് ഉണ്ടായിരുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഭൗതികമായി നമ്മൾ പഠിക്കണം. പക്ഷേ എവിടെ എത്തിയാലും നമ്മുടെ അടിത്തറ, നമുക്ക് ആത്മീയമായ ആ ഒരു അടിത്തറ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, ഉന്നതിയിലേക്ക് എത്തിക്കണം, നല്ല ഉന്നതിയിലേക്ക്. നമ്മളുടെ സാമ്പത്തിക ശേഷിയും കുട്ടികളുടെ ബുദ്ധിയും നോക്കി അവരെ എത്ര ഉയർത്താൻ കഴിയുമോ അത്ര ഉയർത്തണം. പക്ഷേ അതിനോടുകൂടെ ഈ നിൽക്കുന്നത് എന്റെ വാപ്പയാ, എന്റെ വാപ്പ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് അനുസരിക്കണം. ആ പള്ളി ഞങ്ങളുടെ പള്ളിയാ, അവിടെ ബാങ്ക് കൊടുക്കുമ്പോ നമസ്കരിക്കണം. ഈ മദ്രസ ഞാൻ പഠിച്ചിറങ്ങിയ സ്ഥാപനമാണ്. ഈ നാട്ടിലുള്ള പാവങ്ങൾ എന്റെ നാട്ടുകാരാ, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്ന ഭൗതിക വിദ്യാഭ്യാസമുള്ളവരാവണം പ്രിയമുള്ള ഉമ്മമാരെ നമ്മുടെ മക്കൾ. അങ്ങനെയാകുമ്പോ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിന് വന്ന് നമ്മുടെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ പൊട്ടിക്കരയും. ഒരു ഫാത്തിഹ ഓതി പോലും പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ വാർത്തയാ നമ്മുടെ മക്കൾക്ക് ഫാത്തിഹ ഓതാൻ അറിയുന്ന മക്കൾ നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയം ദീർഘമായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിർത്തുകയാ. നമ്മുടെ മക്കള് നമ്മുടെ കബറിന് വന്നിട്ട് നമുക്ക് വേണ്ടി കരയുന്ന, നമുക്ക് വേണ്ടി വേദനിക്കുന്ന ഒരു മക്കളാവണം.
മഹ്ശറിൽ പ്രിയമുള്ളവരെ നമ്മുടെ നരകത്തിന്റെ ക്യൂവിലാണെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവേ ഞാൻ സ്വർഗത്തിലാ, എന്റെ വാപ്പ നരകത്തിലാ, എന്റെ വാപ്പയെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നമ്മുടെ മക്കളാവണം. നമ്മൾ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുമ്പോ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ജോലി തിരക്കിനിടയിൽ ഇബാദത്ത് കുറഞ്ഞു പോകുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ ജോലി ഭൗതികമായ കാര്യങ്ങൾ ഇടപെടുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളർത്തിയാൽ ഈ കാലഘട്ടത്തിൽ വളരെ മോശമായിരിക്കും പ്രിയമുള്ളവരെ. ഏറ്റവും നമ്മുടെ സ്കൂൾ തലം മുതൽ UP ഹൈസ്കൂൾ തലം മുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നത് വഴിതെറ്റുന്ന കൗമാരമായിരുന്നു. ഇന്ന് വഴിതെറ്റുന്ന യുവത്വം, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വഴിതെറ്റുന്ന കൗമാരമാണ്. നാളെ വഴിതെറ്റുന്ന ശൈശവം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അത്രയും ചെറിയ കുട്ടികളിൽ പോലും ഭീമമായ വലിയ വലിയ അനീതികൾ, മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും ഹൈസ്കൂളും ഇപ്പൊ UP തലത്തിലേക്കും എത്തി. നാളെ LPയിലേക്കും എത്തുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടും. അത്ഭുതമില്ല, ഉണ്ടാവും. അത്രയും മോശമുള്ള കാലം. അതുകൊണ്ട് ഇത്തരം കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ആത്മീയമായി നമ്മൾ വളർത്തണം. ആത്മീയമായ വിദ്യാഭ്യാസം അവർക്ക് നൽകണം, മദ്രസയിൽ പഠിപ്പിക്കണം. അതുപോലെ നമുക്ക് കേവലം 4ഓ 5ഓ ക്ലാസ് വരെയല്ല, ഇന്ന് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 12ാം ക്ലാസ് വരെ, +2 വരെ പ്രിയമുള്ളവരെ അതിന്റെ സിലബസ് ഉണ്ട്. +2 എന്നൊക്കെ കേട്ട ഈ നാട്ടിൽ മദ്രസയിലൊന്നും തിരിച്ചു പോയി കുഞ്ഞുങ്ങൾ. കാരണം 5 വരല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, +2 വരെയുണ്ട്. അത്രയൊന്നുമില്ലെങ്കിലും പ്രിയമുള്ളവരെ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കണം. കാരണം സമയം വല്ലാതെ വൈകി, ക്ഷമിക്കണം പ്രിയമുള്ളവരെ. കാരണം എന്തെന്നറിയോ, അതുകൂടെ പറഞ്ഞാൽ നിർത്തുക. നമ്മള് 5ാം ക്ലാസ് വെച്ച് നമ്മുടെ കുട്ടികളെ പഠനം നിർത്തുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരുപാട് ചെറുപ്പക്കാര് കുട്ടികളുണ്ട്, പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ. അവരൊക്കെ 5ാം ക്ലാസ് വരെ പഠിച്ചു. നമ്മൾ പറയും എന്റെ മോൻ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്നതിന് മദ്രസ ഉണ്ട്. ആ 5ാം ക്ലാസ് വരെ മദ്രസ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ കുട്ടിക്ക് 10 വയസ്സുണ്ട്. ഈ 10 വയസ്സ് വരെയാണ് കുട്ടി മദ്രസയിൽ പഠിച്ചത്. ഈ 10 വയസ്സ് വരെ കുട്ടി മദ്രസയിൽ പഠിക്കുമ്പോ ശരിയായ ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല, ശരിയായൊരു പാകതയിലേക്ക് എത്തിയിട്ടില്ല. ആ പക്വതയും പാകതയും എത്തുന്നതിന് മുമ്പ് മദ്രസയുടെ സലാം പറഞ്ഞു. പിന്നെ 11ഉം 12ഉം അവിടുന്ന് കുട്ടി വളരുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രായമായപ്പോഴേക്ക് കുട്ടിക്ക് മദ്രസയുമായി ബന്ധമല്ല. ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിക്ക് ബുദ്ധി വെച്ച സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, മക്കളെ ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം. അല്ലാതെ ഒരു 7 വയസ്സ് വരെ 8 വയസ്സ് വരെ 9 വയസ്സ് വരെ പഠിപ്പിച്ചാല് 60 വയസ്സ് വരെ അതുകൊണ്ട് ജീവിക്കില്ല. നമ്മൾ അവർക്ക് ബുദ്ധി വെച്ചതിനു ശേഷം, പ്രായപൂർത്തിയായതിനു ശേഷം അവരെ ദീൻ പഠിപ്പിക്കണം. പ്രായപൂർത്തിയായതിനു ശേഷം അവരെ ദീൻ പഠിപ്പിക്കണം. കാരണം അപ്പോഴാണ് അവര് യഥാർത്ഥത്തിൽ തന്റെ ഇടമുള്ളവരാകുന്നത്. അതിനു മുമ്പ് അവർ അക്ഷരങ്ങൾ പഠിപ്പിക്കണം, നമസ്കാര രൂപം പഠിപ്പിക്കണം, നമസ്കാരം കൊണ്ട് പ്രേരിപ്പിക്കണം. പക്ഷേ ഈ രൂപത്തിൽ മുതിർന്ന കുട്ടികളെയും പഠിപ്പിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സമയം വളരെ വൈകിയത് കൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ദീർഘമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഞാൻ എന്റെ പ്രസംഗത്തില് ഇത്ര നേരം പറഞ്ഞതിന് അടിവരയികൾ ഇടുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ സമുദായം, നമ്മുടെ നാട്ടിൽ നല്ലൊരു ചെറുപ്പക്കാരും നല്ല രക്ഷിതാക്കളും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ചെറുപ്പക്കാരും ഉമ്മമാരും രക്ഷിതാക്കളും സഹോദരിമാരും ഉണ്ട്. ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രൂപത്തിൽ, നല്ല ഐക്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ആട്ടിടയനാണ് ആടുകളെ ചെന്നായിൽ നിന്ന് സംരക്ഷിക്കേണ്ടത്. ആട്ടിടയൻ തന്നെ ആടുകളെ പിടിക്കുകയാണെങ്കിലോ എന്നൊരു പഴഞ്ചൊല്ല് മഹാനായ ഗസാലി ഇമാം പഠിപ്പിച്ചു. ആട്ടിടയനാണ് ആടുകളെ ചെന്നായിൽ നിന്ന് സംരക്ഷിക്കേണ്ടത്. പക്ഷെ ഈ ആട്ടിടയൻ തന്നെ ആടുകളെ പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയായിരിക്കും നമുക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹത്തോടുകൂടെ, വളരെ ഐക്യത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ, ദീനിന് വേണ്ടി, പരിശുദ്ധ ദീനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അതല്ല വേറെ വല്ല ലക്ഷ്യമാണെങ്കിൽ നമ്മുടെ പ്രവർത്തനം എങ്ങനെയുമാവും. പരിശുദ്ധ ദീനും
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ആഖിറത്തിലെ വിജയവുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സ്നേഹത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമൂഹികമായ ജീവിതത്തിനിടയിൽ പല ആളുകൾക്കും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിഷമമുണ്ടാകുന്ന പലതും ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ മറന്ന് അൽ മുസ്ലിമു ലിൽ മുസ്ലിമി ഇഖ്വാൻ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാർ, എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സഹോദരന്മാർ. അപ്പോ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം നമ്മൾ തമ്മിൽ തല്ലി നടന്നാൽ അത് പ്രിയമുള്ളവരെ, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഡാർക്ക് ഏജ്, അന്ധകാലത്തിലെ അറബികളുടെ കാട്ടറബികളുടെ സംസ്കാരമാണ്. രണ്ട് പിതാക്കന്മാര് ചെറുപ്പത്തിൽ ഒരു പ്രശ്നമുണ്ടായതിനു വേണ്ടി നൂറ്റാണ്ടുകൾ തമ്മിൽ തെറ്റി നടന്നവരുണ്ട് ആ കാലഘട്ടത്തിൽ. അത് ആ ഡാർക്ക് ഏജാ, ഇരുണ്ട യുഗമാണ്. അവരുടെ സ്വഭാവമാണത്. എന്തെങ്കിലും മുമ്പ് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കുടുംബങ്ങൾ തെറ്റി നടക്കുക. എത്രയോ കുടുംബങ്ങൾ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മളെ നാട്ടിൽ മിണ്ടാത്ത കുടുംബങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, മരിക്കുമ്പോ അള്ളാഹു ഈമാൻ തരുമോ? കാരണം 3 ദിവസത്തിൽ കൂടുതൽ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങി നടക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നടന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ അപകടമാണ്. ഈമാൻ തെറ്റാൻ വരെ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിൽ കൂടുതൽ തെറ്റി നടക്കാൻ പാടില്ല. എത്രയോ കുടുംബങ്ങൾ, എത്രയോ സമുദായങ്ങൾ, എത്രയോ ചെറുപ്പക്കാർ. എന്തിനു വേണ്ടി? പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ, ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിലുള്ള വിജയം നൽകും. അതിനു വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾ നമ്മുടെ മദ്രസയുടെ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കി മദ്രസയുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി മദ്രസയിലെ നേരത്തെ പറഞ്ഞയക്കുക, ലീവിന്റെ വിഷയം, മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ സ്നേഹത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദീർഘമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇത്തരം വേദികളിൽ നമുക്ക് പറയണം. അതിനു വേണ്ടി കൂടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരം വേദികളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ പോലെ എല്ലാവരും ഒരുമിച്ച് കൂടൂല. അതുകൊണ്ട് ദീർഘമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴും ഇതൊക്കെ നമുക്ക് പറയേണ്ടത് തന്നെയാണ്. എപ്പോഴും പറയാറുണ്ട്, എങ്കിലും നമ്മൾ ക്ഷമ നടത്തും. പക്ഷെ ഇനിയും പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും നല്ലത് മനസ്സിലാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നന്മയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബുദ്ധി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും നമുക്ക് ആശംസ പറയേണ്ടവരാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആരെയും ആശംസക്ക് പറയാതെ എല്ലാവരുടെയും എല്ലാവരോടും സമ്മതത്തോടുകൂടെ പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുവാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ.